കൊതുകടിയിൽ ഉറക്കം പോലും കിട്ടാതെ കോടീശ്വരനായ മുതലാളി. സംസ്ഥാനത്ത് ആദ്യമായാണ് ശതകോടികൾ ആസ്തിയുണ്ടെന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരത്തിലൊരു കേസിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരുന്നത്. വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള പോലീസ് ജീപ്പിലെ യാത്രയും ബോബിക്ക് മാനസികമായ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ജ്വല്ലറിയുടെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം. താൻ കോയമ്പത്തൂർ ഉണ്ടാകുമെന്ന് പോലീസ് കരുതുമെന്ന് ബോബി കണക്കൂട്ടി. എന്നാൽ വയനാട്ടിലെത്തി അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജി നൽകാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം പോലീസ് പൊളിച്ചു. പാളയത്തിൽ നിന്ന് ആരോ വയനാട് വഴിയുള്ള രക്ഷപ്പെടൽ പോലീസിന് ചോർത്തി നൽകിയെന്ന് ബോബി ചെമ്മണ്ണൂർ കരുതുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ കോയമ്പത്തൂർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ച ദിവസം തന്നെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി. ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഹാൻസിക മോട്ട്വാനി നിർവഹിച്ചു. സാധാരണ ബോച്ചയാണ് ഉദ്ഘാടനത്തിലെ മുഖ്യ ആകർഷണം. അതായത് കോയമ്പത്തൂരിൽ ഉദ്ഘാടന ദിവസം ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് കിടത്തിയത് സാധാ ലോക്കപ്പിലാണ്. ഇതുപോലൊരു ഷോറൂം ഉദ്ഘാടന ദിവസമാണ് ഹണി റോസിനെതിരായ അധിക്ഷേപങ്ങളും ബോച്ചയ്ക്ക് തുടക്കമിടുന്നത്. മറ്റൊരു കടയുടെ ഉദ്ഘാടന ദിവസം ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കണ്ണൂർ ആലക്കോട് ഷോറൂമിലെ ഉദ്ഘാടനത്തിനാണ് ഹണി റോസിനെ ബോബി കുന്തി പരാമർശത്തിൽ കളിയാക്കിയത്.